ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നോമ്പുകാല ചിന്തകളിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 5-ാം തിരുവചനം വായിക്കാം. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചു എന്ന് ചിന്തിക്കുക, അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നീ ഏതവസ്ഥയിൽ നിന്നാണ് വീണതെന്ന് ഓർക്കുക, മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ബൈബിളിലെ 73-ാമത്തേതും അവസാനത്തേതുമായ പുസ്തകമാണ് യോഹന്നാന് ലഭിച്ച വെളിപ്പാട് എന്ന പേരിൽ അറിയപ്പെടുന്നു. മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുള്ള പ്രതീകാത്മകങ്ങളുടെ ഭാഷ ഉപയോഗിക്കുന്ന വെളിപ്പാട് സാഹിത്യശൈലിയിൽ ഗ്രന്ഥം ഏതാണ്ട് മുഴുവനായും രചിക്കപ്പെട്ടിരിക്കുന്നതാണ്. പത്മോസ് ദ്വീപിൽ തടവുകാരനായി കഴിഞ്ഞ് യോഹന്നാൻ ലഭിക്കുന്ന മനുഷ്യപുത്രന്റെ ദർശനത്തോടെ ആരംഭിക്കുന്ന പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങൾ ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് ക്രിസ്തു നൽകുന്ന സന്ദേശം എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രശംസയും വിമർശനവും താക്കീതും വാഗ്ദാനവും ഉൾക്കൊള്ളുന്ന ഈ 7 ലേഖനങ്ങൾ നോമ്പുകാല ചൈതന്യം വ്യക്തവും ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ഏഷ്യ മൈനർ എന്ന റോമൻ പ്രവിശ്യയുടെ തലസ്ഥാന നഗരിയായ എഫെസസിലെ സഭയ്ക്കാണ് ആദ്യത്തെ ലേഖനം എഴുതിയത്. മറ്റ് സഭകളുടെ മേൽ സ്വാധീനമുള്ള തലസ്ഥാന സഭ ആയതിനാവും ഒരുപക്ഷെ ആദ്യത്തെ ലേഖനം എഫെസസിലെ സഭയ്ക്ക് എഴുതിയത്. കഠിനമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി സഭാസമൂഹം നേരിട്ട ക്ലേശങ്ങൾ, അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായ വിശ്വാസവിരുദ്ധ പ്രവണതകൾക്കെല്ലാം എതിരെടുത്ത നിലപാടുകൾ, ഇവയെല്ലാം പ്രശംസിച്ചതിന് ശേഷം 3 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഓർമ്മിക്കുക, അനുദപിക്കുക, ആദ്യമുണ്ടായിരുന്ന ചൈതന്യം വീണ്ടെടുക്കുക. ഇവിടെ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമുണ്ടായിരുന്ന സ്നേഹം കൈവിടിഞ്ഞു എന്ന കുറ്റാരോപണത്തിന് ശേഷമാണ് ഈ ആഹ്വാനം ചെയ്യുന്നത്. അത് വളരെ നമ്മൾ തിരിച്ചറിയണം. ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ ആദ്യകാല അനുഭവങ്ങളെ വീണ്ടും ഓർമ്മയിൽ നിന്ന് തിരിഞ്ഞെടുക്കണം. യേശുവിനെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷവും തീഷ്ണതയും ത്യാഗസന്നദ്ധയും എല്ലാം നമ്മൾ ഓർത്തെടുക്കണം. അതിനെല്ലാം അടിസ്ഥാനമായിരുന്ന ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഓർമ്മിക്കണം. നമുക്ക് ഇത് എപ്പോഴും ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് കുർബാന മധ്യേ നമ്മളിപ്പോൾ അല്ലെങ്കിൽ വൈദികൻ പറയുന്നത്. എന്ന ആഹ്വാനമായി യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തത്. എന്നാൽ ഓർമ്മയാചരണം വെറും ഒരു അനുഷ്ഠാനം മാത്രമേ അനുവദിക്കരുത്. അതിനാണ് അതിൽ 2-ാമത്തെ നിർദ്ദേശമായി വരുന്നത്, അനുദപിക്കുക എന്നുള്ള നിർദ്ദേശം കൊണ്ടുവരുന്നത്. ആദ്യകാല അനുഭവം മറന്ന് സ്വാർത്ഥത തേടി തെറ്റായ വഴികളിൽ അലഞ്ഞതിനെ ഓർത്ത് അനുദപിക്കണം. തെറ്റുകൾ തിരുത്താൻ തയ്യാറാകണം. ഓർമ്മ അനുതാപത്തിലേക്കും അനുതാപം ജീവിത നവീകരണത്തിലേക്കും നയിക്കും. അതാണ് 3-ാമത്തെ നിർദ്ദേശമായിട്ട് ഈ വാക്കിൽ പറയുന്നത്. ആദ്യ ചൈതന്യം വീണ്ടെടുക്കുക. മതാത്മക ജീവിതം ആത്മാവ് നഷ്ടപ്പെട്ട വെറും ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമായി അധപതിക്കുമ്പോൾ ഈ വീണ്ടും വിചാരവും നവീകരണവും ആവശ്യമാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിനും പ്രസക്തമാണത്. ഈ ആഹ്വാനങ്ങൾ ഞാൻ ആരായിരുന്നു, എന്തൊക്കെ ദൈവാനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചത്, ഇന്ന് എവിടെ ചെന്നെത്തി നിൽക്കുന്നു എന്നൊക്കെ ഓർമ്മിപ്പിക്കണം, അല്ലെങ്കിൽ ഓർമ്മിക്കണം. വഴി മാറണം. ആദ്യ ചൈതന്യം വീണ്ടെടുക്കണം. അത് സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കും. നോമ്പാചരണത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നല്ല. അതിൻ്റെ ആ പ്രസക്തി അവിടെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നീ ഏതവസ്ഥയിൽ നിന്നാണ് വീണത് എന്ന് ഓർക്കുക, മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. നിനക്കുണ്ടായിരുന്ന ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നീ കടന്നു വരിക, അനുദപിക്കുക, ആദ്യ ചൈതന്യം വീണ്ടെടുക്കുക. ഈ പൂർണ്ണതയിലേക്ക് നയിക്കുമ്പോൾ, നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ക്രിസ്തുവിനോട് അടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചിന്തയിൽ നിന്ന് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കാനുള്ള സമയമായിട്ടും നമ്മുടെ
ഏത് വഴിയിൽ കൂടിയാണോ നമ്മൾ നടക്കുന്നത്, ആ വഴി ശരിയല്ലെങ്കിൽ ആ വഴിയിൽ കൂടി മാറി നടന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് എത്താനായിട്ട് മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ വഴികൾ ഏതായിരുന്നു എന്ന് കണ്ടെത്തിക്കൊണ്ട് ദൈവ ചൈതന്യം പൂർണ്ണമായ അർത്ഥത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ, അതിനുവേണ്ടി പ്രവർത്തിക്കാം. നല്ലവനായ ഈശോയെ കർത്താവെ, ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആദ്യമുണ്ടായിരുന്ന വഴിയെ ഞങ്ങൾക്ക് ചൈതന്യം നഷ്ടപ്പെട്ടപ്പോൾ ആ ചൈതന്യത്തിലേക്ക് അടുക്കുവാനുണ്ടായി. കർത്താവെ, ഞങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നുവോ ആദ്യം നിന്നിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്താനായിട്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നോമ്പ് കാലാചരണം ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള സമയമായി മാറ്റിത്തരണമേ കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.